ദാനിയേൽ എന്നുള്ള പേരിന്റെ അർത്ഥം ഗോഡ് ഈസ് മൈ ജഡ്ജ്, ദൈവം എന്റെ ന്യായാധിപതി. ഗോഡ് ഈസ് മൈ ജഡ്ജ്, ദൈവം എന്റെ ന്യായാധിപതി. ആ പേര് ബേൽഷസാർ എന്ന് മാറ്റി. ബേൽഷസാർ എന്ന പേര്, അതിന്റെ അർത്ഥം ബാലിന്റെ ദാസൻ. ഈ ബാല ഒരു ജാതീയ ദൈവമാണ്. മോവാബ്യരുടെയും കനാന്യരുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ദൈവമാണ് ഈ ബാൽ. അപ്പോ ബാലിന്റെ ദാസൻ എന്ന പേര് ദാനിയേൽ കൊടുത്തു. രണ്ടാമതായി ഹനന്യാവ്. ഹനന്യാവ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ പ്രിയൻ എന്നാണ്. ബിലവഡ് ഓഫ് ഗോഡ്, യഹോവയുടെ പ്രിയൻ. ഹനന്യാവ് എന്ന വാക്കിന്റെ അർത്ഥം, പേരിന്റെ അർത്ഥം യഹോവയുടെ പ്രിയൻ. അത് മാറ്റിയത് ശന്ദ്രക്, യഹോവയുടെ പ്രിയൻ എന്നുള്ള അർത്ഥം വരുന്ന പേര് കൽദയ പേരായ ശന്ദ്രക്. ശന്ദ്രക് എന്ന വാക്കിന്റെ അർത്ഥം സൂര്യദേവനാൽ ശോഭിക്കുന്നവൻ. സൂര്യദേവനാൽ ശോഭിക്കുന്നവൻ. സൂര്യദേവനാൽ ശോഭിക്കുന്നവൻ. മൂന്നാമത് മീശായേൽ. എബ്രായമാരുടെ പേരാണ്, എബ്രായ പേരാണ് മീശായേൽ. അതിന്റെ അർത്ഥം ദൈവത്തെ പോലെ ആളുള്ളൂ. ദൈവത്തെ പോലെ ആളുള്ളൂ മീശായേൽ. ഇംഗ്ലീഷിൽ ഹി ദാറ്റ് ഈസ് ദ സ്ട്രോങ് ഗോഡ്, ദൈവത്തെ പോലെ ആരുള്ളൂ. ആ പേര് മേശക്. അതിന്റെ അർത്ഥം ശുക്രനെ പോലെ ആരുള്ളൂ. അതാണ് ദൈവം, വീനസ്. ശുക്രനെ പോലെ ആരുള്ളൂ. അടുത്ത ഒരാളുണ്ട് അസരിയാവ്. അസരിയാവ്. The Lord is a help. The Lord is a help. യഹോവ എന്റെ സഹായം. യഹോവ എന്റെ സഹായം. അത് അബേദ് നെഗോ എന്നാണ് മാറ്റി. അബേദ് നെഗോ. അതിന്റെ അർത്ഥം അഗ്നിദേവന്റെ ദാസൻ. അഗ്നിദേവന്റെ ദാസൻ. ഇംഗ്ലീഷിൽ വരുമ്പോൾ ദി സർവന്റ് ഓഫ് ഷൈനിങ് ഫയർ. അപ്പോ കൽദയരാക്കി മാറ്റുന്നതിന്റെ ആരംഭമായി ആദ്യം പേര് മാറ്റി. രാജാവ് ഒരു കാര്യം കൂടെ പറഞ്ഞു, പേര് മാത്രം മാറ്റിയാൽ പോരാ, നിങ്ങളുടെ ആഹാരക്രമം കൂടെ മാറ്റണം. ഞാൻ കഴിക്കുന്ന ആഹാരം കൊടുത്താൽ. അപ്പൊ ആദ്യം പേര് മാറ്റി, ഇനിയും ആഹാരമാറ്റം. 1-ാം അധ്യായം ദാനിയേൽ 1-ന്റെ 5-ാം വാക്യം. ദാനിയേൽ 1-ന്റെ 5 ഒന്ന് വായിച്ചു. മതി. അതിലൂടെ 8-ാം വാക്യം. അപ്പോ രാജാവ് പറഞ്ഞു രാജകീയ ഭോജനം കൊടുക്കണമെന്ന്. അപ്പൊ ദാനിയേൽ പറയുന്നു രാജാവിന്റെ ഭോജനം കൊണ്ട് ഞാൻ എന്നെ തന്നെ മലിനമാക്കാൻ തയ്യാറാകുന്നില്ല. നിശ്ചയിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയം, നമ്മളെ മലിനപ്പെടുത്താൻ നമ്മൾ തീരുമാനിക്കാതെ വേറെ ഒരു ശക്തിക്ക് പറ്റും. നമ്മൾ മലിനപ്പെടണോ വേണ്ടയോ എന്ന് നമ്മളാണ് തീരുമാനിക്കും. നമ്മൾ മലിനപ്പെടുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാഹ്യമായ ശക്തി എത്ര വലുതാണെങ്കിലും നടക്കുകയെന്ന് വായിക്കുന്നു. രാജാവ് കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും രാജാവിന്റെ ഭോജനം കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ
നിശ്ചയിക്കും. നമ്മൾ മനസ്സിലാക്കണം, ദാനിയേൽ ഒരു അടിമയാണ്. ഒരു അന്യ രാജ്യത്ത് ഒരു അടിമയായിരിക്കുന്നതായ ഒരു പയ്യൻ എടുക്കുന്നതായ ഒരു തീരുമാനമാണ്. ഈ തീരുമാനം അത്ര നിസ്സാരമായി എടുക്കാൻ സാധിക്കുന്നതല്ല. ചാടിക്കേറി എടുക്കാവുന്ന ഒരു തീരുമാനമൊന്നുമില്ല. ഇതിനെപ്പറ്റി ഷണ്ണാദികൾ പറയുന്നു, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ എന്റെ വരവിടെ പോകാം. കാരണം ഇത് ആരുടെ കൽപ്പനയാണ്? ഇത് രാജാതിരാജാവിന്റെ കൽപ്പനയാണ്. ലോകം മുഴുവൻ വിറച്ചു നിൽക്കുന്നതായ ഒരു മഹാരാജാവിന്റെ കൽപ്പനയാണ്. അദ്ദേഹം കഴിക്കുന്നതായ കുടിക്കുന്നതായ വീഞ്ഞും അദ്ദേഹം കഴിക്കുന്നതായ ഭക്ഷണവും കൊടുക്കണം. അതറിയണമെന്നുണ്ടെങ്കിൽ ദാനിയേൽ പുസ്തകം 5-ാം അധ്യായം 19-ാം വാക്യം. അവന് നൽകിയ മഹത്വം ഹേതുവായി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവന്റെ മുമ്പിൽ ഭയപ്പെട്ട് വിറച്ചു. തനിക്ക് ബോധിച്ചവനെ അവൻ കൊല്ലുകയും ബോധിച്ചവനെ ജീവനോട് വയ്ക്കുകയും ബോധിച്ചവനെ ഉയർത്തുകയും ബോധിച്ചവനെ താഴ്ത്തുകയും ചെയ്തു. മതി. അപ്പോ ഇതാണ് രാജാവ്. സകലവിധ ഭാഷക്കാരും ജാതിക്കാരും ഗോത്രക്കാരും ഈ രാജാവിന്റെ മുൻപിൽ വിറയ്ക്കുന്നു. സാധാരണക്കാരനല്ല. തനിക്ക് ബോധിച്ചവനെ അവൻ ജീവനോട് വയ്ക്കുന്നു, തനിക്ക് ബോധിച്ചവനെ അവൻ കൊല്ലുന്നു. ക്രൂരനായ ഒരു രാജാവ്. ഈ രാജാവിന്റെ കൽപ്പനയാണ് ദാനിയേൽ നിരസിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. രാജാവ് കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും രാജാവിന്റെ ഭക്ഷണം കൊണ്ടും ഞാൻ എന്നെ അശുദ്ധനാക്കുകയില്ല എന്ന് ദാനിയേൽ തീരുമാനിച്ചു. അങ്ങനെ പെട്ടെന്ന് എടുക്കാവുന്ന ഒരു തീരുമാനമൊന്നുമില്ല. ദാനിയേൽ തീരുമാനമെടുക്കുമ്പോൾ ദാനിയേലിന്റെ മുന്നിൽ കാണുന്ന മരണം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തായി ഒന്നുമില്ല. തനിക്ക് ബോധിച്ചവനെ അവൻ കൊല്ലുന്നു, തനിക്ക് ബോധിച്ചവനെ അവൻ ജീവനോട് വയ്ക്കുന്നു. അടിമയായി പിടിച്ചുകൊണ്ടുവന്നതായ ഒരു ബാലൻ രാജാവിന്റെ കൽപ്പന നിരസിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? മരണത്തിൽ കുറഞ്ഞു പേരെ മുന്നോട്ട് സംഭവിക്കുന്നു. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദാനിയേൽ പറയുന്നത്, ഞാൻ കഴിക്കില്ല. അപ്പോൾ വളരെ ശക്തമായ ഒരു തീരുമാനമാണ്. മരണത്തിന്റെ മുൻപിൽ ഭയപ്പെടാതെ എടുക്കുന്ന തീരുമാനമാണ്. ബാക്കി നടക്കുന്ന സംഭവങ്ങളൊക്കെ പിന്നീട് വരുന്നതാണ്. പിന്നെ ഇങ്ങനെ ഭാവിയിൽ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ദാനിയേൽ എടുത്ത തീരുമാനമല്ല. ദാനിയേൽ തീരുമാനമെടുക്കുമ്പോൾ ദാനിയേലിന്റെ മുൻപിൽ മരണം മാത്രമേ ഉള്ളൂ. ബാക്കി പിന്നെ ദൈവം ക്രമീകരിക്കുന്ന വിഷയമാണ്. ദൈവം അങ്ങനെ ക്രമീകരിക്കുമെന്ന് ഓർത്തല്ല ദാനിയേൽ നിൽക്കുന്നത്. ഇതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്ന വിഷയം. കർത്താവിന് വേണ്ടി ഒരു തീരുമാനമെടുക്കാൻ നമ്മൾ നിർബന്ധിതരാകുമ്പോൾ നമ്മുടെ നിലപാടുണ്ട്. എപ്പോഴും നമ്മുടെ സൗകര്യം അനുസരിച്ചാണ് നമ്മളെ തീരുമാനം. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ്. തീരുമാനങ്ങൾ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി എടുക്കാൻ സാഹചര്യങ്ങൾ പ്രേരിപ്പിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതം കണക്കിലെടുക്കാതെ ദൈവവചനത്തോട് കൂറുപുലർത്താൻ എത്ര വിശ്വാസികൾക്ക് സാധിക്കും? അവർക്ക് എത്രമാത്രം സാധിക്കും? അപ്പോൾ ഈ തീരുമാനം അത്ര നിസ്സാരമൊന്നുമില്ല. അപ്പൊ ഈ തീരുമാനം ദാനിയേൽ എടുക്കുമ്പോൾ ദൈവം തമ്പുരാൻ എന്ത് ചെയ്യുന്നു? ദാനിയേൽ 1:9 മതി. ദൈവം ഇടവരുത്തി. ദൈവത്തിന് വേണ്ടി ശക്തമായ ഒരു തീരുമാനമെടുക്കാൻ ഒരു ദൈവമായി തയ്യാറാകുമ്പോൾ ദൈവം ഷണ്ഡാധിപന് ദാനിയേലിനോട് കരുണ തോന്നത്തക്കോണം അവന്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്താൻ ദൈവം ഇടവരുത്തി. അടിമയായി പിടിച്ചുകൊണ്ട് പോകുന്നു, അനേകായിരങ്ങളെ കൊണ്ടുപോകുന്നു, അതിൽ നിന്ന് 4 പേരെ തെരഞ്ഞെടുക്കും. എന്തുകൊണ്ട് ദാനിയേലിനുള്ള ശക്തമായ ഒരു നിലപാടെടുത്തു? ദാനിയേലിന് ദൈവവചനവും പ്രമാണവും അറിയാതെ വിടാൻ തയ്യാറായി. നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യം, അതനുസരിച്ച് നമ്മൾ തിരിക്കും. എന്നാൽ ഇവിടെ മരണം മാത്രമേ ഒരു പ്രതിവിധിയായുള്ളൂ. അവിടെയാണ് ഈ തീരുമാനം. ആ തീരുമാനമെടുക്കുമ്പോൾ ദൈവം തമ്പുരാൻ അവിടെ ഇടപെടുക.
വിശ്വാസത്താൽ അംഗീകരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് പലപ്പോഴും നമ്മൾ വിശ്വാസത്താൽ അംഗീകരിക്കാതെ നമ്മൾ ബുദ്ധിപരമായ നിലപാടാണ് നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും എടുക്കാറ്. 106-ാം സങ്കീർത്തനം 46-ാം വാക്യം. അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവർക്കെല്ലാം അവരോട് കനിവ് തോന്നുമാറാക്കി. മതി. അപ്പോൾ അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവർക്കെല്ലാം അവരോട് കനിവ് തോന്നുവാൻ ദൈവം ഇടവരുത്തി. ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ദൈവം നിരന്തരമായി ഇടപെടുകയും ആവശ്യമായ ക്രമീകരണം ചെയ്യുകയും ചെയ്യും എന്ന് വിശ്വസിക്കാൻ ഒരു വിശ്വാസി തയ്യാറാകും. അത് തയ്യാറാകുന്നില്ലെങ്കിൽ ഈ ദൈവവചനത്തിന് അങ്ങനെയുള്ള ജീവിതങ്ങളിൽ യാതൊരു വിധമായ സ്വാധീനവുമില്ല. ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകരുത്. പ്രതികൂല സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടിൽ മരണത്തെ മുഖാമുഖമായി കാണുമ്പോൾ ദൈവം എന്റെ കൂടെ ഉണ്ട്, മരിക്കട്ടെ, അത് നിലപാടാകരുത്. മരിക്കട്ടെ, ദൈവത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാകും. ദൈവികമായ പ്രമാണം യാതൊരു കാരണവശാലും കൈമോശം വരാതെ വിട്ടുകളയാതെ അത് പാലിക്കാൻ തയ്യാറാകും. വീണ്ടും ഒരു വാക്യം കൂടെ, നേരത്തെ ആ വാക്യം നമുക്ക് ഇതിനോട് ചേർന്ന് ചിന്തിക്കാവുന്നതാണ്. സദൃശവാക്യം 21:1. അപ്പോൾ ദാനിയേലിലൂടെ വളരെ ശക്തമായ ഒരു നിലപാടുണ്ട്. ഈ ഭക്ഷണം കഴിച്ചാൽ ഒരു വ്യക്തി എങ്ങനെ മലിനമാകും? ഈ രാജാവിന്റെ ഭക്ഷണം കഴിച്ച് തന്നെത്താൻ മലിനപ്പെടുത്തുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അത് ശരിയാണ്. ഇവിടെ ന്യായമായ ചോദ്യം, ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് മലിനപ്പെടുമോ മനുഷ്യൻ? അത് എവിടെ നിന്നാണ് അതിന്റെ ഒറിജിൻ? എന്തുകൊണ്ടാണ് ദാനിയേൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? ദാനിയേൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിൽ പുതിയ നിയമ വിശ്വാസികളായ നമുക്കും ദൈവം തമ്പുരാൻ ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണകൾ തന്നിട്ടുണ്ട്, ആലോചനകൾ തന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് വിഷയം. അതായത് ദൈവം തമ്പുരാൻ ഭക്ഷണത്തെ സംബന്ധിച്ച് ഇസ്രായേൽ മക്കൾക്ക് അവർ കഴിക്കേണ്ടതായ ഭക്ഷണത്തെ സംബന്ധിച്ച് കൃത്യമായ പ്രമാണം കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കരുത്, തിന്നാവുന്നത് ഏതാണ്, തിന്നരുതാത്തത് ഏതാണ്, ദൈവം അവർക്കൊരു പ്രമാണം കൊടുത്തിട്ടുണ്ട്. ആ പ്രമാണം ലംഘിക്കാൻ ദാനിയേൽ തയ്യാറായില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതിന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കുന്നതിന് കുഴപ്പമില്ല. ലേവ്യ പുസ്തകം 11:7 എല്ലാം വേണ്ട. ലേവ്യ 11:7. പന്നി കുളമ്പ് പിളർന്നതായി കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നത് തന്നെയെങ്കിലും അയവറക്കുന്നതല്ലായാൽ അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. ഇവയുടെ മാംസം നിങ്ങൾ തിന്നരുത്. ഇവയുടെ മാംസം നിങ്ങൾ തിന്നരുത്. അത് ദൈവം തിന്നരുത്. അപ്പൊ ഈ രാജാവ് ഇതിന്റെ ഭക്ഷണം എന്ന് പറഞ്ഞത് ഈ എബ്രായ ഭാഗന്മാരുടെ മുന്നിൽ കൊണ്ടുവെക്കുന്ന ഈ ഭക്ഷണം ഇത് ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ ഇതങ്ങനെ കഴിക്കും, ഈ സാധനം തിന്നാൻ നോക്കി. അത് മാത്രവുമല്ല, ഈ ബാബേൽ പട്ടണത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ, നെബൂഖദ്നേസറിന്റെ കൊട്ടാരത്തെ പറ്റി ചിന്തിക്കുമ്പോൾ, നെബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിന്റെ അടുത്ത് തന്നെ ബാൽദേവന്റെ ക്ഷേത്രമുണ്ട്. രാജാവ് ബാൽദേവനെ വണങ്ങാൻ നമസ്കരിക്കാൻ ദൂരെയൊന്നും പോകണ്ട, കൊട്ടാരത്തിൽ തന്നെ ഒരു ക്രമീകരണമുണ്ട്. ആ കാലങ്ങളിലൊക്കെ പലർക്കും വിശ്വസിക്കപ്പെട്ടിരുന്നത് ഒരു രാജാവ് യുദ്ധം ചെയ്ത് ജയിച്ചു മുന്നേറുമ്പോൾ എന്തുകൊണ്ട് തനിക്ക് വിജയം കിട്ടുന്നു എന്ന് ചോദിച്ചാൽ താൻ സേവിച്ചു നിൽക്കുന്നതായ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ കടാക്ഷം കൊണ്ടാണ് തനിക്ക് ഈ യുദ്ധത്തിൽ വിജയം ലഭിക്കുന്നത് എന്ന് രാജാക്കന്മാർ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നെബൂഖദ്നേസർ ഒരറ്റം മുതൽ ആക്രമിച്ച് മുന്നോട്ട് കയറണം. ഈജിപ്റ്റ് കഴിഞ്ഞു, സിറിയ കഴിഞ്ഞു, അതിന് യെരൂശലേം. അപ്പൊ ഇങ്ങനെ മുന്നോട്ട് യുദ്ധം ചെയ്ത് ആക്രമിച്ച് പിടിച്ചടക്കി മുന്നോട്ട് പോകുമ്പോൾ രാജാവ് വിശ്വസിക്കുന്നത് രാജാവിന് വിജയം ലഭിക്കുന്നതെല്ലാം രാജാവ് സേവിച്ചു നിൽക്കുന്നതായ ബാൽദേവന്റെ അനുഗ്രഹ കടാക്ഷം കൊണ്ടാണ്. അപ്പൊ രാജാവിന് ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ഈ ദേവന്മാരെ
ശേഷമേ സാധാരണഗതിയിൽ ഇത് ധരിക്കാറുള്ളൂ. ദേവന്റെ മുൻപിൽ കൊണ്ടുപോയി ദേവപ്രസാദത്തിന് വേണ്ടി ഇത് പൂജിച്ചതിന് ശേഷം മാത്രമേ ഈ ഭക്ഷണം സാധാരണഗതി ഉപയോഗിക്കാറുള്ളൂ. വിഗ്രഹാർപ്പിതം തിന്നരുതെന്ന് പുതിയ വിശ്വാസിക്ക് താല്പര്യമുണ്ട്. ഇവിടെ തിന്നാതിരുന്നാൽ താനവും അവിടെയാണ് തീരുമാനം എടുക്കുന്നത്. തിന്നുക. ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ നമുക്ക് കിട്ടുന്നത് ലേവ്യ പുസ്തകം 11-ാം അധ്യായം 46-ഉം 47-ഉം വാക്യം. ശുദ്ധവും അശുദ്ധവും തമ്മിൽ തിന്നാവുന്ന മൃഗത്തെയും തിന്നരുതാത്ത മൃഗത്തെയും തമ്മിലും പങ്കുതിരിക്കേണ്ടതിന് ഇത് മൃഗങ്ങളെയും പക്ഷികളെയും വെള്ളത്തിൽ ചലനം ചെയ്യുന്ന സകല ജന്തുക്കളെയും നിലത്തുഴയുന്ന ജന്തുക്കളെയും പറ്റിയുള്ള പ്രമാണമാകുന്നു. അപ്പോൾ ലേവ്യ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ വിവരിച്ചു വന്നിട്ട് അതിന്റെ അവസാനം പറയുന്നു, മൃഗങ്ങൾ, പക്ഷികൾ, ജലജന്തുക്കൾ ഇവയിൽ തിന്നാവുന്നത് ഏത്, തിന്നരുതാത്തത് ഏത് എന്നുള്ള ദൈവത്തിന്റെ പ്രമാണമാകും ഇത്. ഈ പ്രമാണം ദാനിയേലിന് എബ്രായഭാഗത്ത് അറിയാം. അപ്പൊ ഇതിനെ ലംഘിക്ക് വിരുദ്ധമായി ഭക്ഷണം കൊണ്ട് വെച്ചാൽ ഇത് ഏത് ഭക്ഷണമെന്ന് അറിയും? തിന്നാൻ പറ്റത്തില്ല. ഇത് വിഗ്രഹാർപ്പിതമാണോ അറിയില്ല. ഇവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഭക്ഷണമോ അറിയില്ല. അതുകൊണ്ട് ദാനിയേൽ തീരുമാനിച്ചു, രാജാവിന്റെ ഭക്ഷണം കഴിച്ച് എന്നെ മലിനപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. നമ്മളാ തിരിച്ചായിരുന്നു. ആയിരക്കണക്കിന് ആളുകളെ അടിമകളായി പിടിച്ചുകൊണ്ടു പോകുമ്പോൾ ഞങ്ങളുടെ ആത്മീയതയുടെ മാനദണ്ഡം വളരെ ഉയർന്നതായുള്ള ദൈവം തമ്പുരാൻ പ്രസാദിച്ച് ഞങ്ങൾക്ക് 2-3 പേർക്ക് രാജാവിന്റെ ഭക്ഷണം കഴിക്കാൻ ദൈവം രാജാവിന്റെ മനസ്സിനെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തിരിച്ചു. നിങ്ങളുടെ വിശ്വാസത്തെ വിശദീകരിച്ചു. ബില്ലിഗ്രഹാം ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഇഫ് യു ആർ നോട്ട് ഷുവർ ഓഫ് എനിത്തിങ് പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. നിനക്ക് തിട്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ പറ്റും. നിന്റെ ജീവിതത്തെ വിശുദ്ധമായി മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്നുണ്ട്. നിനക്ക് തിട്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യരുത്. നമ്മൾ ഈ നാടോടുമ്പോൾ നടുവേറുന്നത് പാർട്ടികളുണ്ട്. എല്ലാവരും ചെയ്യും, ഞാനും ചെയ്യും. അങ്ങനെയല്ല. ഒരു ദൈവവൈദ്യം നമ്മള് 4-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. അവൻ വേർതിരിക്കപ്പെട്ടവനാണ്. യഹോവ ഭക്തനെ വേർതിരിച്ചിരിക്കുന്നു. He is separated. വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ എന്നതിന്റെ അർത്ഥം സെപ്പറേഷൻ. He is separated. എല്ലാവരും ചെയ്യുന്നത് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും തിന്നുന്നത് തിന്നാൻ പറ്റില്ല. എല്ലാവരും പറയുന്നത് പറയാൻ പറ്റില്ല. എല്ലാവരും പോകുന്നത് പോകാൻ പറ്റില്ല. He is separated. ഇപ്പോൾ ഈ ഒരു പ്രമാണത്തിന്റെ പേരിലാണ് ദാനിയേൽ പറഞ്ഞത്, ഞാൻ എന്നെ അശുദ്ധനാകത്തില്ല. അപ്പോ ഈ ഭക്ഷണത്തെ പറ്റി വലിയ പ്രമാണമാണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. വളരെ ശക്തമായി ദൈവവചനത്തിൽ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവനല്ല, ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിക്കുന്നത്. എന്നാൽ ലോകമനുഷ്യൻ അങ്ങനല്ല. അവൻ കഴിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. അതറിയണമെങ്കിൽ ദൈവവചനത്തിൽ നിരന്തരമായി അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ജനം ഭക്ഷിപ്പാനായിരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചത്തുപോകുമല്ലോ. ഒരു ലോകമനുഷ്യൻ അത് മാത്രമേ ഉള്ളൂ ചിന്ത. തിന്നുക. ഒരു ദൈവവൈദ്യൻ എന്ത് ഭക്ഷിക്കണം? കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നശിച്ചു പോകുന്ന ആഹാരമുണ്ട്, നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്നതായ ആഹാരവും. ഇത് രണ്ടും. ഒരു ദൈവവൈദ്യന് ഏത് ആഹാരമാണ് വേണ്ടത്? അവൻ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. എല്ലാ പരിപാടികളും അവസാനം ഒരു തിന്നുകൂടി, ഒരു ഹായ് അവിടെ പോകുന്നത്. ഇതൊക്കെ ഇതുമായി യോജിക്കും. നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ വാഞ്ചിപ്പീൻ. അത് ഏതാഹാരമാണ്? അത് ദൈവവചനമാണ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിച്ച് സന്തോഷിക്കുന്ന ഭാഗ്യവാൻ. വീണ്ടും ഇരമ്യാപ്രവചനം 15-ാം അധ്യായം 16-ാം വാക്യം. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി പഠിപ്പിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങളിൽ സന്തോഷവും അത് ഹൃദയത്തിന് ആനന്ദവുമായി. മതി. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ദൈവവചനം അത് ജീവിതത്തെ ബലപ്പെടുത്തുന്നു, ധൈര്യപ്പെടുത്തുന്നു, സന്തോഷപ്പെടുത്തുന്നു. ഒരു ദൈവവചനം മാത്രമേ. ഇത് ആർക്ക്
കുടിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നാളെ ചത്തുപോകുമല്ലോ. ദാനിയേൽ പറഞ്ഞു, ചത്തോട് നാളെ വേണ്ട, ഇന്ന് തന്നെ നീ ചത്തൊന്നില്ല. നിന്റെ ഭക്ഷണം കഴിച്ച് എന്നെ മലിനപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. എത്ര ധീരമായ തീരുമാനമാണ്. ആ തീരുമാനമാണ് എടുത്തപ്പോൾ ദൈവം തമ്പുരാൻ ദാനിയേൽ ശത്രുക്കളെ കിടക്കും. ഒരു വാക്യം കൂടെ നോക്കാം. സദൃശവാക്യം 16 ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് മതി. യഹോവയ്ക്ക് ഒരുത്തന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ ഇഷ്ടമായിരിക്കുമ്പോൾ അവന്റെ ശത്രുക്കളെയും അങ്ങനെയാണ്. വഴി തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കർത്താവ് പ്രത്യേകം പറഞ്ഞതിനോട് ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുക. ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കും. ആദ്യം മാതാപിതാക്കന്മാർ മരണത്തിന്റെ വഴി തെരഞ്ഞെടുക്കും. നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഏത് വഴിയാണ് ആദ്യം? പുതിയ നിയമ വിശ്വാസത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, മദ്യം ഉപയോഗിക്കരുത്. ഒരു വാക്യം നോക്കിയെടുക്കാം. 1 Corinthians 6 മദ്യപന്മാർ, പുരുഷകാമികൾ, കള്ളന്മാർ, മദ്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മദ്യപന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. തമ്പുരാൻ ഇതിനെതിരായ ഒരു നിലപാടെടുക്കുന്നു. കർത്താവല്ല പറഞ്ഞത്, നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളെ ഞാൻ വിധിക്കും. വേറെ ഒരു പുസ്തകവും ഇല്ല. പുസ്തകം ഇല്ല, നിയമപുസ്തകം നമ്മളെ തന്നിട്ടുണ്ട്. നീ അവിടെ കയറി. പിന്നെ വേറൊരു പ്രമാണം കൊടുത്തിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 15:20. വിഗ്രഹാർപ്പണം, രക്തം, ശ്വാസമുച്ചത്, പരിശ്രമം എന്നിവ വർദ്ധിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നി. അപ്പോൾ അവിടെ പറയുന്നത് വിഗ്രഹാർപ്പണം കഴിക്കരുത്. അത് നീ കഴിക്കാൻ പാടില്ല. ശബരിമല പോയിട്ട് വന്ന് പ്രസാദം കൊണ്ട് ഒരു കുട്ടി കോളേജിൽ അവൻ ഡിപ്പാർട്ട്മെന്റ് ഒന്നിങ്ങനെ സാർമാർ വേണ്ടി ഒന്നും കൊടുക്കുക. എൻ്റെ അടുത്ത് വന്ന് ഞാൻ എനിക്ക് വേണം. ഇവനെ പിണക്കി കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടും. ഇവൻ രാഷ്ട്രീയമായി സ്വാധീനമുള്ളത്. ഇവന് അനേക സ്കൂളുകളൊക്കെ ഉണ്ട് ഇവരുടെ പിന്നെ ബന്ധുക്കൾക്ക്. അവിടെയൊക്കെ വല്ല പ്രിൻസിപ്പലായിട്ടോ എന്തെങ്കിലുമൊക്കെയാണ് നിയമനം കിട്ടണമെങ്കിൽ ഇവനെ കൊണ്ടുവന്ന് കഴിക്കാതിരിക്കാൻ പറ്റും. എല്ലാവരും പലരും കഴിച്ചു. എനിക്ക് 1-2 പേര് എല്ലാ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിക്കാൻ പറ്റില്ല. MSc പഠിക്കുന്ന ഒരു പയ്യൻ, അവൻ സാറന്മാർക്ക് ഇത്രയും ദൂരെ പോയി പൊതിഞ്ഞു കെട്ടി ഏതാണ്ട് വലിയ സാധനമാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കും. വിഗ്രഹാർത്ഥം നിനക്ക് തിന്നാൻ കഴിക്കും. ആരും പറയും അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് പാട്ട് ഏതായാലും നിബന്ധനേശ്വരക്കാരനല്ലേ പുള്ളിയൊന്നും. നിബന്ധനേശ്വർ പറഞ്ഞപ്പോൾ ദാനിയേൽ നടക്കില്ല. അത് പറയുമ്പോൾ അതിന് മറുവശമുണ്ട്. നീ കഴുത്ത് കോതിക്കും, ഞാൻ തയ്യാറാണ് ചെയ്ത്. അപ്പോ പുതിയ നിയമ വിശ്വാസിക്കാൻ ഭക്ഷണത്തിൽ ക്രമീകരണമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നശിച്ചു പോകുന്ന ആഹാരമുണ്ട്, നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന ആഹാരമുണ്ട്. നിനക്ക് ഏത് വേണം? കർത്താവിന്റെ പറയാൻ ചെന്നപ്പോഴാണ് അത്ഭുതം കണ്ടു, അപ്പമൊക്കെ തിന്നു. ഇവന്റെ പറയാൻ പറ്റിക്കൂടിയാൽ നല്ല പരിപാടിയാണ്. അതിന് കർത്താവിന്റെ പറയാൻ ഓടിച്ചെന്ന് കഴിയുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, അപ്പം തിന്നതുകൊണ്ടത്രേ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നു. നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവനായി നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ വാഞ്ചിപ്പിക്കും. അപ്പോ നമ്മുടെ വാഞ്ച ചെയ്യാൻ വേണ്ടി ആയിരിക്കണം എന്നുള്ളതാണ്. ജീവിക്കാൻ വേണ്ടി കഴിക്കണം, പക്ഷെ കഴിക്കാൻ വേണ്ടി ജീവിക്കണം. അത് പ്രമാണത്തിൽ വിരുദ്ധമാണ്. നീ അങ്ങനെ ജീവിച്ചാൽ നീ അപകടത്തിൽ ചാടും. അവ പഴം പറിക്കുമ്പോൾ അതിനെക്കുറിച്ച് ദൈവന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു, തിന്മാൻ രുചിയുള്ളത്. ഭക്ഷണത്തിൽ ആസക്തി കയറിയാൽ അപകടം ഉണ്ടാവും. തിന്നാൻ രുചിയുള്ളത്, അങ്ങനെ അപകടം ഉണ്ടായി. പിന്നെ അപ്പനൊന്ന് കൊതി കയറി, ഇപ്പൊ ഇറച്ചി തിന്നണം. പിള്ളേരുടെ കൂടെ തല്ലി കലങ്ങി. ഇസാക്ക് വൃദ്ധനായപ്പോൾ വേട്ടയിറച്ചി തിന്നണമെന്ന് എവിടെ ചെന്ന് അവതാനിക്കും. 2 പിള്ളേർ 2 അടിക്കും, അടിച്ചെന്ന് വീഴും. ഭക്ഷണം അപകടകരമാണ്. അത് ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്റെ ജീവൻ നിലനിർത്താൻ ഞാൻ കഴിക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ അതിനുവേണ്ടി നീ ചായുകയും ആഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമാണ്. യേശാവിന് പറ്റിയത് തന്നെയാണ്. ചുമന്ന പയറുപായസം നല്ല കേൾച്ച മൂക്കിലടിച്ച് കയറി അത് കഴിച്ചു.
ജ്യേഷ്ഠാവകാശം കയ്യിൽ. ഭക്ഷണം കുഴപ്പം വരുന്നു, സംശയം. ഭക്ഷണം കുഴപ്പം വരുന്നു. അതുകൊണ്ട് സദൃശവാക്യത്തിൽ അതിനെപ്പറ്റി ഒരു വാക്യമുള്ള പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം. സദൃശവാക്യം 23:3. അവന്റെ സാധുഭോജനങ്ങളെ കൊതിക്കരുത്, അവ വഞ്ചിക്കുന്ന ഭോജനമല്ല. അതെ, അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ. It will satisfy your body, but it may damn your soul. വഞ്ചിക്കുന്നു, deceiving. സ്വാദഭോജനം വഞ്ചിക്കുന്നു തീർച്ചയായും. അപ്പോ നമ്മളവിടെ ശ്രദ്ധിക്കണം. വീണ്ടും നമ്മുടെ വിചാരം നമ്മൾ ഈ കഴിക്കുന്ന ആഹാരത്തിന്റെ പവറും അതിന്റെ പോഷകാംശവും അതിന്റെ കണ്ടന്റും ഒക്കെ കൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അല്ലെന്നാ ദൈവജനം. ഒരു വാക്യം കൂടെ നമുക്ക് ബന്ധമില്ല. 1 രാജാക്കന്മാർ 19:8. അവൻ എഴുന്നേറ്റു എന്നും കുടിച്ചു. ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഓരോരോളം നടന്നു. ഒറ്റ നേരത്തെ ആഹാരം. ദൈവം നമ്പുരാൻ ഏലിയാവിന് ഒറ്റ നേരത്തെ ആഹാരം എഴുതിയിരിക്കുന്നു. ആ ഒരു നേരത്തെ ആഹാരം കഴിച്ച് അവൻ 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളം അവൻ നടന്നു. അത്രയും ശക്തിയുണ്ട് ഒരു നേരത്തെ ആഹാരത്തിന്. ഈ തമ്പുരാണ്. അപ്പൊ ഒരു ദൈവവൈദ്യൻ ആഹാരത്തിന് വേണ്ടി ദൈവത്തിന്റെ ആലോചനയും വഴിയും വിടരുത്. അത് വിട്ടതുകൊണ്ടാണ് ഈ ഇസ്രായേൽ മക്കളെ 70 സംവത്സരം ബാബേൽ പ്രവാസത്തിലേക്ക് വിട്ടത് എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കുന്നുണ്ട്. 70 ശബത്ത് ദൈവം തമ്പുരാൻ പറഞ്ഞു 7-ാം വർഷം കൃഷി ചെയ്തത്. പക്ഷെ ഇവിടെ ആരും കേൾക്കാൻ തമ്പുരാൻ ഇങ്ങനെ എന്തൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യം. ഞങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും. 7-ാം വർഷവും ഞങ്ങൾ കൃഷി ചെയ്യും. ദൈവം പറഞ്ഞ ശബത്ത് നിലം അനുഭവിക്കാൻ അവർ സമ്മതിച്ചു. തുടർച്ചയായി കൃഷി. അത് തന്നെയാണ് കർത്താവ് ദൈവമെന്ന് പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് ഓർത്ത് നിങ്ങൾ ആകുലപ്പെടരുത്. ജാതികൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നു. ഇതൊക്കെ കഴിക്കട്ടെ, ഞാൻ തന്നെ ദൈവത്തിന്റെ വഴിയിൽ നിൽക്കുക എന്നുള്ളത്. ദൈവത്തിന്റെ വഴിയിൽ നിൽക്കുക. ഒരു വിശ്വാസി റേഷൻ കാർഡിന് വേണ്ടി ഫോം ഫില്ലപ്പ് ചെയ്യും. ഞാനൊരു വീട്ടിൽ ചെന്നവരോട് പറഞ്ഞു, വലിയ പ്രാർത്ഥനയും ബഹളവും പാട്ടും ഒക്കെയാണ്. അപ്പൊ അതിനകത്ത് എഴുതിയിട്ടുണ്ട് പ്രതിമാസ വരുമാനം. അപ്പൊ അവർക്ക് ഇച്ചിരി കാശ് കൂടുതലുണ്ട്. പെൻഷനൊക്കെ അത് ഇതൊക്കെ ഉണ്ട്, പല പെൻഷനും ഒക്കെ ഉണ്ട്. കണക്ക് കൂട്ടിയാൽ അതിന് ഇൻകം ടാക്സ് കൊടുക്കണം. കർത്താവ് പറഞ്ഞിട്ടുണ്ട് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കും. എല്ലാവർക്കും വാക്യം. അപ്പൊ അവര് നോക്കി ഇത്ര നാളെയും ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ അവിടെ എഴുതി വെച്ച് ഇനി നാനും വലിയ ഉണ്ടായാലോ. അപ്പൊ അവർ തീരുമാനിച്ചെടുക്കുന്നത്. പിന്നെ എന്തെഴുതും? ബേസിക് പേ മാത്രം എഴുതും. അങ്ങനെ എഴുതിയാണ്. എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ഓർത്ത് നിങ്ങൾ ജാതികൾ ഇൻകം ടാക്സ് കൊടുക്കണം. വിശ്വാസി ഇൻകം ടാക്സ് കൊടുക്കണമെന്നാണ് ദൈവം വരെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നോട് ബാങ്കിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഞാൻ അവിടെ ചെന്നിട്ട് ഇൻട്രസ്റ്റിന്റെ ആകത്തവ ഓരോ ഫൈനാൻഷ്യലും എനിക്ക് വരുന്ന ഇൻട്രസ്റ്റ് എത്ര എഴുതണം. ഇന്നലെ എന്നോട് പറയും, എൻ്റെ താടെ ഇവിടെ പലരും വരും, എല്ലാ സഭാവിഭാഗങ്ങളുള്ളവരുണ്ട്. ഞങ്ങളോട് പറയും ഇത് കുഴപ്പം വരാത്ത രീതിയിൽ ഒന്ന് ഒതുക്കിയിടണം എന്ന് പറയാൻ. ടാക്സ് കൊടുക്കാൻ വൈകാത്ത രീതിയിൽ അത് ബൈഫർക്കേറ്റ് ചെയ്യണം, ഒക്കെ ചെയ്യാക്കിയിടും. കപ്രതവും പട്ടണത്തിലേക്ക് പ്രവേശിക്കാത്ത നേരം പത്രോസും കർത്താവും ഉണ്ട്. ഒരുത്തന് കയറണമെങ്കിൽ 2 കാശാണ് കരം. 2 പേർക്കും കൂടെ 4 കാശ്. അത് പട്ടണ ഭാഗത്തേക്ക് നമ്മൾ പൈസ എടുക്കാൻ പോകും. 4 കാശ്. തമ്പുരാൻ ഇതെല്ലാം സൃഷ്ടിച്ചവനാ. തമ്പുരാൻ കൊടുക്കണം. തമ്പുരാൻ കൊടുത്തോ? അതിനകത്ത് ഒരു വിശ്വാസിക്ക് ഒരു ആത്മീയ ആലോചന ഇല്ലേ? എടാ, ദൈവം തമ്പുരാൻ ടാക്സ് കൊടുത്തു. അതിനെപ്പറ്റിയാണ് പിന്നീട് എഴുതിയിരിക്കുന്നത്. ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കൊടുക്കേണ്ടവന് ഭയം. ഒരു വിശ്വാസി ചെയ്തേ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ വഴി എടുക്കും. ഒരു വിശ്വാസി ഒരിക്കലും ഒരു ലോ ബ്രേക്കർ അല്ല. നിയമം ലംഘിക്കുന്നവനല്ല വിശ്വാസി, അനുസരിക്കുന്നവനാണ്. ജോസഫ് ഫറവോന്റെ വീട്ടിൽ അവൻ പറയുന്ന മുഴുവൻ അടിമപ്പണിയും ചെയ്ത് അടങ്ങിപ്പാർന്നു. ദൈവം ജോസഫ് നമുക്ക് വളരെ
ദാനിയേൽ മനസ്സിലാക്കിയിരുന്ന വിഷയം. അപ്പൊ ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് കൂട്ടായ്മയ്ക്ക് പോകാൻ മാത്രമാണ്. കൂട്ടായ്മ ആരോടാ? ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവായ ദൈവത്തോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും. കൂട്ടായ്മ അവിടെ അതാണ് അതിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ്. വിശ്വാസിയുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് പിതാവായ ദൈവത്തോടും പുത്രനായ ക്രിസ്തുവിനോടും കൂടെ. അവരോട് കൂട്ടായ്മയാണെങ്കിൽ എന്ത് വേണം? ദൈവവചനം അനുസരിക്കണം, ദൈവവചനത്തിന് വിധേയപ്പെടണം. അല്ലാതെ ആ കൂട്ടായ്മ ഉണ്ടെന്നില്ല. ദാനിയേൽ അതിന് തയ്യാറായി. കൊടുക്കേണ്ടി വരാത്ത സ്വന്തം ജീവനം. എന്നാൽ ദാനിയേലിനോട് വേറെ കാര്യങ്ങളുള്ളതുകൊണ്ട് ദൈവം തമ്പുരാൻ അതിനകത്ത് ഇടപെടും. അവിടെയാണ് ഷണ്ഡാധിപന് ദാനിയേലിനോട് കരുണ തോന്നി. ഈ ദൈവിക കൽപ്പന അതനുസരിക്കാതെ പാപത്തോട് സന്ധി ചെയ്യുക, കോംപ്രമൈസിംഗ് വിത്ത് സിൻ, പാപത്തോട് സന്ധി ചെയ്യുക. അങ്ങനെ പാപത്തോട് സന്ധി ചെയ്ത് അനുഗ്രഹം നഷ്ടപ്പെട്ട ഒരു വലിയ ലിസ്റ്റ് വേദോസ്തത്തിൽ പറയുന്നു. ഒരു 4-5 നമ്മളൊന്ന് ചിന്തിക്കുന്നത് കുഴപ്പമില്ല. പാപത്തോട് സന്ധി ചെയ്യും. ഇവിടെ ദാനിയേൽ തയ്യാറായില്ല. കോംപ്രമൈസിംഗ് വിത്ത് സിൻ. അപ്പോ അങ്ങനെ സന്ധി ചെയ്ത് ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ട ഒരു വലിയ ലിസ്റ്റ് അത് പറഞ്ഞുകൊണ്ടാണ് വേദോസ്തം തുടങ്ങുന്നത്. ആദാം ദൈവിക പ്രമാണത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. ഒറ്റ കൽപ്പന മാത്രമേ ഉണ്ടാകുള്ളൂ, രണ്ടില്ലായിരുന്നു. ഇപ്പോൾ ഒറ്റ കൽപ്പനയുണ്ടായിരുന്നു. തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, ബാക്കിയെല്ലാം ഒരു കൽപ്പനയെ കൊടുത്തു, അത് ലംഘിക്കാൻ തയ്യാറായി. അപ്പോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. എന്ത് സംഭവിച്ചു? പരദേശ നഷ്ടമായി. കോംപ്രമൈസിംഗ് വിത്ത് സിൻ. ആദ്യം അത് പറഞ്ഞുകൊണ്ടാണ് വേദോസ്തം ആരംഭിക്കുന്നത്. ആദാം ദൈവിക പ്രമാണത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി, പരദേശ നഷ്ടപ്പെട്ടു. 2 ഉൽപ്പത്തി പുസ്തകം 16:3 പറയുന്നുണ്ട്. ലോകത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത ഒരു സംഭവം. സാറ, അബ്രഹാമിന്റെ ഭാര്യ സാറ, അബ്രഹാമിന് കല്യാണമായി. മാനുഷികമായ ബുദ്ധിയാണ്. ദൈവം തമ്പുരാൻ പറയുന്നു സന്തതി ഉണ്ടാകും. സന്തതി ഉണ്ടാകാൻ യാതൊരു വിധമായ സാധ്യതയില്ല. സാറ ഹാഗാറിനെ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. കർത്താവിനെ സഹായിക്കാനാണ്. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെ ചെയ്യും. കർത്താവിനെ സഹായിക്കാൻ വേണ്ടിയോ? അല്ല, പിന്നെ തമ്പുരാൻ എന്ത് ചെയ്യും? അപ്പൊ കർത്താവിനെ സഹായിക്കാനാണ് വിട്ടുവീഴ്ച. നല്ല കാര്യത്തിന് വേണ്ടിയോ? ദൈവം തമ്പുരാൻ പറഞ്ഞ വാഗ്ദത്തം നിറവേറിക്കോട്ടെ. സംഭവം സംഭവിച്ചു. മധ്യപൂർവേഷ്യയിൽ സമാധാനം നഷ്ടമായി. ഇന്നും ബഹളം നടക്കുകയാണ്. എപ്പോ തീരും? കർത്താവിന്റെ മഹത്വം പ്രത്യക്ഷതയിലേക്ക് അന്ന് തുടങ്ങി. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. ഓക്കെ, ഒരു കുഴപ്പമില്ല. ദൈവം നമ്മെ സംബന്ധിച്ചു. കർത്താവ് മടങ്ങി വരുന്നവരെ ദൈവം വീണ്ടും യേശാവ് ജ്യേഷ്ഠാവകാശം ലക്ഷ്യമാക്കി. വളരെ കൃത്യമായി അതിനെപ്പറ്റി എബ്രായ ലേഖനം 12:16-17 വാക്യങ്ങൾ. അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു. മതി. അത് അടുത്തോട് വായിച്ചു. അവൻ ഭിന്നത്തെ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ചു. കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടവന് മാനസാന്തരത്തിനായി ഇടം കണ്ടില്ല. മതി. ഒത്തിരി ഉള്ളത് കാര്യം. സമയം കഴിഞ്ഞു. മാനസാന്തരത്തിന് ഇട കിട്ടി. വീണ്ടും മോശയും അഹരോനും ദൈവത്തെ അവിശ്വസിച്ചു. ആ വാക്ക് തന്നെയാണ് തമ്പുരാൻ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടുപേരും ദൈവത്തെ അവിശ്വസിച്ചു. സംഖ്യ 20:12 കനാൻ നഷ്ടമായി. വീണ്ടും ദാവീദ് ഊരിയാവിന്റെ ഭാര്യയെ സ്വന്തമാക്കി. 2 ശമൂവേൽ 12:10 നിന്റെ ഗൃഹത്തിൽ നിന്ന് വാളൊഴിയത്തില്ല എന്ന ശാപം അവർ വാങ്ങിച്ചു.
വീണ്ടും ഒന്ന് രാജാക്കന്മാർ 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ശലോമോൻ അന്യജാതിയിൽ നിന്ന് ഭാര്യമാരെ എടുത്തു. സാമ്രാജ്യം കീറി മുറിക്കപ്പെട്ടു. അന്ന് കീറിയ തരമായി അൺഡിവൈഡഡ് കിങ്ഡം. ശൗലും ദാവീദും ശലോമോനും ഭരിച്ചു. അത് കഴിഞ്ഞ് അത് തെക്കും വടക്കുമായി അന്യജാതിയിൽ നിന്ന് ഭാര്യമാരെ സ്വീകരിച്ചു. സാമ്രാജ്യം കീറി മുറിക്കപ്പെട്ടു. അപ്പോ നമ്മൾ ദൈവാത്മനെ ലംഘിച്ച് എത്ര അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കണം. തീർച്ചയായും അത് സംഭവിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുകയായിരുന്നുള്ളത് ദാവീദിന്റെ തീരുമാനം യഹോവയ്ക്ക് പ്രസാദകരമായി തോന്നി. ദാനിയേലിന്റെ തീരുമാനം. ദൈവം തമ്പുരാൻ ദാനിയേലിനെ എങ്ങനെ വിളിക്കണം? എങ്ങനെ വിളിക്കുന്നത്? എന്റെ പ്രിയ പുരുഷനായ ദാനിയേൽ. ചുമ്മാ ചാടിക്കറി വിളിച്ചാൽ മരണത്തിന്റെ മുമ്പിൽ അവൻ ദൈവത്തോട് ഞാൻ നിൽക്കുക. എന്റെ പ്രിയ പുരുഷനായ ദാനിയേലേ. ചുമ്മാ വിളിക്കത്തില്ല. നമ്മളെ തമ്പുരാൻ എങ്ങനെ വിളിക്കും? ദൈവവുമായി ബന്ധപ്പെട്ട വർഷങ്ങളായി അനേക വർഷത്തെ ആത്മീയ ജീവിതത്തിലെ പാരമ്പര്യം നമുക്കുണ്ട്. കർത്താവ് നമ്മളെ ഏത് പേരിലാണ് വിളിക്കുന്നത്? എന്റെ പ്രിയ പുരുഷ, എന്റെ പ്രിയ മകനെ, പ്രിയ മകളെ എന്ന് വിളിക്കാൻ ദൈവം തമ്പുരാൻ ധൈര്യം വരുമോ? ദാനിയേലിനെ വിളിക്കുന്നു എന്റെ പ്രിയ പുരുഷനായ ദാനിയേൽ. ദൈവത്തിന്റെ ഹൃദയം ദാനിയേലിന്റെ മുൻപിൽ തുറന്നു കാട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതിന് തക്കതായ വിശുദ്ധി ദാനിയേൽ ഉണ്ടായിരുന്നു. ദാനിയേലിന്റെ തീരുമാനത്തിലൂടെ. അതുകൊണ്ടാണ് ദൈവം മനസ്സ് തുറന്നു. ദൈവം തമ്പുരാൻ മനസ്സ് തുറക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിന് തക്കതായ ഒരു വിശുദ്ധിയുടെ മാനദണ്ഡമുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗത്തിലേക്ക് വരുന്നേ ഉള്ളൂ. ദൈവം തമ്പുരാൻ ഈ ഭൂമിയെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങൾ, ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നത് മുഴുവൻ ആദ്യമായി മനസ്സ് തുറന്നത് ദാനിയേൽ എടുക്കുക. എന്റെ പ്രിയ പുരുഷനായ ദാനിയേൽ, ഞാൻ വിളിച്ചു പോകില്ലേ? ഒരറപ്പുമില്ലാണ് നെബൂഖദ്നേസർ പറയുന്നത്. പറ്റിയത് ഒരടിമ പാല് ലോകം മുഴുവൻ മുട്ടടിച്ച് നിൽക്കുക ഈ രാജാവിന്. നിസ്സാരം. ഇതിന്റെ പേരാണ് വിശ്വാസം. ഇതിന്റെ പേരാണ് ദൈവസ്നേഹം. ഞാൻ ഐ ലവ് ജീസസ്. ഇത് തിരുവനന്തപുരം എല്ലാം നഷ്ടമാക്കും. ജീവൻ ഇല്ല. രാജാവിന്റെ ഭക്ഷണം കഴിച്ച് ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കി. അപ്പോ അതുകൊണ്ടാണ് ഈ പയറും പച്ചവെള്ളവും കഴിച്ചപ്പോ, അല്ലെ പരിപ്പും പച്ചവെള്ളവും കഴിച്ചപ്പോ കുട്ടി വന്നു. ദൈവമാണ് ആഹാരത്തിനുള്ള പറഞ്ഞു. ദൈവം തമ്പുരാൻ പ്രസാദിച്ചു. ഒരു വാക്ക് നമുക്ക് എടുക്കാം. അല്ല, മുമ്പ് ദാനിയേൽ 1 വായിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്നാൽ സകല ബാലന്മാരുടെയും അഴകുള്ളത് അവർ മാംസപുഷ്ടിയുള്ളവരും മതി. അവർ അഴകുള്ളവരും മാംസപുഷ്ടിയുള്ളവരുമായി മാറി. ദൈവം തമ്പുരാൻ അവരുടെ പ്രവർത്തനം ഇതിനകത്തുണ്ടോ? പുറപ്പാട് 23-25. മതി. നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കും. അതിപരമായി ദൈവം നമ്മുടെ ശരീരത്തിന് ബലം തന്നു കഴിഞ്ഞാൽ ഇവനെങ്കിലും നിന്റെ വെള്ളത്തെയും നിന്റെ അപ്പത്തെയും ഞാൻ അനുഗ്രഹിക്കും. എന്നോടുകൂടെ നടക്കാൻ തയ്യാറായ കണ്ടീഷൻ. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കണ്ടീഷനാണ്. വ്യവസ്ഥയില്ലാത്ത ഒരു അനുഗ്രഹവും ദൈവത്തിനില്ല. ഉപദേശം എന്ന് പറയാൻ എല്ലാം നന്മയ്ക്കായി കൂടി യാവരിക്കുന്നു. അങ്ങനെ വ്യവസ്ഥത്തിൽ വാക്കിയിട്ട് കേട്ടു. അങ്ങനെയല്ല വാക്ക്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി യാവരിക്കും. ദൈവത്തെ സ്നേഹിക്കാത്തവന് നന്മയ്ക്കായി കൂടി യാവരിക്കുമെന്നാണ്? അല്ല, കണ്ടീഷനിലാണ്.
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി യാതൊരു അല്ലാതാണ്. അപ്പോ പുഷ്ടി ദാനിയേലും കൂട്ടുകാരും കോമളരായി പുഷ്ടിയുള്ളവരായി കണ്ടെങ്കിൽ ദൈവം അവിടെ പ്രവർത്തിച്ചു എന്ന് നാം മനസ്സിലാക്കും. അതിന്റെ അവസാനം ദാനിയേൽ 1:21 എന്താ ആ വാക്യത്തിന്റെ അർത്ഥം? കോരശാണ് ഈ പിടിച്ചോണ്ട് വന്നാൽ. കോരശ് എന്ന് പറയുന്നത് ബാബിലോൺ രാജാവല്ല. നമ്മൾ അങ്ങോട്ട് വരുന്നു. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറാണ് പിടിച്ചോണ്ട് വരുന്നത്. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചോണ്ട് വരുമ്പോൾ ദൈവം തമ്പുരാനോട് പറയുന്നുണ്ട്, 70 വർഷം കഴിഞ്ഞല്ല നീ ഒരെണ്ണം പോലും ഇങ്ങോട്ട് തിരിച്ചു വരികയില്ല. അവസാന സമയമായപ്പോൾ ബാബിലോൺ സാമ്രാജ്യം മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന് വഴിമാറി. പാർസി രാജാവാണ് കോരശ്. ബാബിലോൺ സാമ്രാജ്യം അവസാനിച്ചു. പാർസി സാമ്രാജ്യം അധികാരത്തിൽ വന്നു. അവിടുത്തെ രാജാവാണ് കോരശ്. അന്നേരവും ദാനിയേൽ അവിടുത്തെ പ്രൈം മിനിസ്റ്ററാണ്. നെബൂഖദ്നേസർ ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന് ദാരിയാവേസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോരശ് വന്നു. ദാനിയേലോട് ദൈവം തമ്പുരാൻ അവരോട് പറഞ്ഞു, 70 വർഷം കഴിയാതെ ഒരെണ്ണം ഇവിടെ നമ്മൾ പോയി. ദാനിയേൽ കോരശ് ഈ കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ ദാനിയേൽ അവിടെ ഉണ്ട്. അതായത് ഈ സ്വന്തം ജനം തിരിച്ചു പോകാനുള്ള കൽപ്പന കിട്ടി തിരിച്ചു പോകുന്നത് കണ്ടതിന് ശേഷമാണ് ദാനിയേൽ മൺമറയുന്നത്. അതുവരെ ദൈവമായി കാണാൻ ഇസ്രായേലിൽ നിന്ന് സംഭവിക്കും, യെരൂശലേമിൽ നിന്ന് സംഭവിക്കും എന്നോർത്ത് ദാനിയേൽ കരയുന്നുണ്ട്. ദൈവം തമ്പുരാൻ ഈ ജനം തിരിച്ചു പോകുന്നത് കാണാൻ ദാനിയേലിനെ അനുവദിച്ചു എന്നാണ് വാക്കിന്റെ അർത്ഥം. കോരശിന്റെ 1-ാം വർഷം വരെ ജീവിച്ചിരുന്നു എന്നവിടെ എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കും 1-ാം വർഷം കഴിഞ്ഞ ഉടനെ ദാനിയേൽ അങ്ങ് മരിച്ചുപോയി. ഒരു വാക്യം കൂടെ എടുക്കുമ്പോൾ അത് മനസ്സിലാവും. ദാനിയേൽ 10:1. പാർസി രാജാവായ കോരശിന്റെ 3-ാം ആണ്ടിൽ ബെൽഷസ്സർ എന്ന പേരുള്ള ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു. മതി. അപ്പൊ 3-ാം ആണ്ടിൽ ദാനിയേലുണ്ട്. കോരശിന്റെ 1-ാം ആണ്ടിൽ സംഭവിച്ചു. ഇതവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ബാബിലോണിയ അടിമത്തം അവസാനിച്ച് ജനം തിരിച്ചു പോകുന്ന കാണാനുള്ളതായ ഭാഗ്യം ദൈവം ദാനിയേലിനെ കൊടുത്തവനെ അനുഗ്രഹിച്ചു എന്നുള്ളതിനർത്ഥം. അല്ലാതെ 1-ാം വർഷം കഴിഞ്ഞുള്ള ദാനിയേൽ മരിച്ചു പോയെന്നല്ല. ഇവിടെ എഴുതിയിരിക്കുന്ന 3-ാം വർഷവും ദാനിയേലുണ്ട്. കോരശിന്റെ 3-ാം ആണ്ടിലും ദാനിയേൽ, ദാനിയേൽ 10:1 പറഞ്ഞിരിക്കുന്നു. കോരശിന്റെ 3-ാം ആണ്ടിലും ദാനിയേലുണ്ട്. 1-ാം ആണ്ടിലെ കാര്യം പറഞ്ഞ് 1-ാമത്തെ അധ്യായം അവസാനിക്കും. അപ്പോ അത് ദൈവത്തിന്റെ ഒരു പ്രത്യേക പ്ലാനാണ്. ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നുകൊണ്ട് ദൈവം ആ രീതിയിൽ അത് ക്രമീകരിച്ചു. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി. ലോകത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുന്നെങ്കിൽ അത് ദാനിയേൽ എടുത്ത തീരുമാനത്തിന്റെ പേരിൽ ദൈവം വെളിപ്പെടുത്തിയതായ ഭാവി കാര്യങ്ങളാണ്. അത് നമുക്ക് വേണ്ടിയാണ് ദാനിയേലിനെ അവിടെ നിർത്തിയത്. ഇത്രയും ആയുസ് നമുക്ക് വേണ്ടി. ദൈവത്തിന് വേറെ ആരെങ്കിലും ചിലപ്പോൾ നേരത്തെ ദാനിയേലിനെ കൊന്നുകൊള്ളു. അത് വേറെ വിഷയം. നമ്മളങ്ങോട്ട് വരുന്നു. അപ്പോ ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. കർത്താവിനെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒറീസയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതായ സ്റ്റെയിൻസിനെ മക്കളെ ജീവിച്ചു പോകുന്നില്ലേ? വിടുതൽ കിട്ടിയില്ലല്ലോ. ദാറ്റ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ചിന്തമാണ്. കർത്താവിനെ നിന്ന് കഴിഞ്ഞാൽ കൊതു കടിക്കത്തിൽ നിന്ന് ഉപദേശം പ്രസംഗിക്കാൻ തെറ്റാ. കൊതു കടിക്കണമെന്നാണ് ദൈവം തീരുമാനിക്കും. ദാറ്റ് ഈസ് ദ വിൽ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം. അത് മരണമെങ്കിൽ മരണം, വിടുതലെങ്കിൽ വിടുതൽ. അവിടെയാണ് അതിന്റെ കണക്ഷൻ കിടന്നത്. ഇപ്പൊ ദാനിയേലിനെ നേരത്തെ പറഞ്ഞു, ദാനിയേലിനെ ദൈവം അനുഗ്രഹിച്ചു പോകുന്നു, നമ്മൾ ഇനിയും മരിക്കത്തില്ല, എന്ന് ജീവിച്ചു പോകില്ലേ? അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് ദൈവത്തിനോട് പ്രത്യേക പ്ലാനുണ്ട്. ആ പ്ലാനിന് വേണ്ടി ദൈവം ദാനിയേലിനെ സമയം നീട്ടി കൊടുത്തു. സ്റ്റേജ് അവിടെ കത്തി മരിക്കണമെന്നായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ. അങ്ങനെ മരിച്ചു. അപ്പോ ദാനിയേലിന് എന്തുകൊണ്ട് ദൈവം ദീർഘായുസ്സോടെ നിർത്തി? നമുക്ക് വേണ്ടി. നമ്മളതാണ് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോ 1-ാം അധ്യായം അവസാനിച്ചു. ആ 21-ാമത്തെ വാക്യത്തോടെ തീരുകയാണ്. അധ്യായം 2. ഈ 2-ാം അധ്യായം മൊത്തത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. 2-ാം അധ്യായം നിശ്ചയമായി അറിഞ്ഞിരിക്കും. എന്താണ്
ദൈവം ശിക്ഷിച്ചിട്ടുണ്ട്. ശിക്ഷിക്കാതെ അത് ദൈവത്തിന്റെ പദ്ധതി. അതിവിടെ നമുക്ക് ലഭിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചന. ദൈവജനത്തെ കഷ്ടപ്പെടുത്തുന്ന, ദ്രോഹിക്കുന്ന നേതാവിനെയും രാജ്യത്തെയും ദൈവം ശിക്ഷിക്കാതെ വിടത്തില്ല. ശിക്ഷ നടന്നിരിക്കും. പിന്നെ നെബൂഖദ്നേസർ കണ്ടതായ സ്വപ്നവും അതിന്റെ വിശദീകരണവും വ്യാഖ്യാനവും ഈ അധ്യായത്തിലുണ്ട്. നെബൂഖദ്നേസർ രാജാവിന്റെ സ്വപ്നവും അതിന്റെ വ്യാഖ്യാനം ഈ അധ്യായത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ ജാതകം എന്നാണ് പണ്ഡിതന്മാർ പേര് കൊടുക്കുന്നത്. ലോകരാഷ്ട്രങ്ങളുടെ ജാതകം. ജാതകം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ചൊവ്വയുള്ള വാദം. ജീവിത ഫലം എന്നതിനർത്ഥം ലോകത്തിന്റെ മൊത്തമായ അവസ്ഥ, ഇതെങ്ങനെ പോകുന്നു, എങ്ങനെ തീരുന്നു, അതിനായി ജാതകം. ലോകരാഷ്ട്രങ്ങളുടെ ജാതകം ഈ 2-ാം അധ്യായത്തിൽ കൃത്യമായി കുറിച്ചു വെച്ചിരിക്കും. ഇതെങ്ങനെ തീരും? ജാതകം കുറിക്കുമ്പോൾ 67-ാമത്തെ വയസ്സിൽ ഇരിക്കുന്ന ഇരുപ്പിൽ ചത്തുപോകുന്ന എഴുതും എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കും. ലോകരാഷ്ട്രങ്ങളിൽ അത് പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങളുടെ ജാതകം ലോകാന്ത്യ സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. അന്ത്യകാലത്ത് നടക്കുന്ന സംഭവങ്ങളില്ലാതെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി ഇത് സംഭവിച്ചിരിക്കും. അപ്പോൾ ദൈവികമായ ആലോചന ഈ 2-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാക്കുന്ന ഒരു ദൈവവേദന. അതുകൊണ്ട് അതിലേക്ക് പഠിക്കണം. ദൈവികമായ ആലോചന ഈ ലോകത്തെ പറ്റി 2-ാം അധ്യായത്തിൽ ദൈവം കൊടുത്തിരിക്കുന്നു. അത് മനസ്സിലാക്കുന്ന ഒരു ദൈവവേദന വർത്തമാനകാല സംഭവങ്ങൾ കാണുമ്പോൾ വിരളത്തില്ല. അവനറിയാം ഇതെല്ലാം സംഭവിക്കുന്നു. അത്യുന്നതൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുന്നു. അവനാണ് അതേ ആ രാജാക്കന്മാരെ വാഴിക്കുകയും വിളിക്കുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം മനുഷ്യന് ഇവിടെ സമയം അനുവദിച്ചു കൊടുത്തുള്ളൂ ഇങ്ങനെ തുടരാൻ. അതിന് ഒരു പരിധിയുണ്ട് എന്നുള്ള വിവരം ഈ 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നും ഇങ്ങനെ വലിച്ചു പോകാനൊക്കത്തില്ല. എന്നും ഈ ലോകം ഇങ്ങനെ തുടരത്തില്ല. മനുഷ്യനിവിടെ പ്രവർത്തിക്കാൻ ദൈവം സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയത്തിന്റെ അവസാനം വരുന്നു. അത് ദൈവം കൃത്യമായി നിർണയിച്ചിരിക്കുന്നുവെന്ന് വിളിച്ചു പറയുന്ന അധ്യായമാണ് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം. അല്ലാതെ അനന്ത്യമായി ഇവിടെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തുന്നു, കോൺഗ്രസ് വരുന്നു, ജനതാദൾ വരുന്നു, BJP വരുന്നു. ഇല്ല ഇല്ല, ദൈവം നമ്മളെ സെറ്റ് ചെയ്തിരിക്കും. അത്ര സമയമുണ്ട്. അവിടെ നമുക്കിവിടെ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ആ സമയം അതിനാൽ ദൈവം നമ്മളാൽ നേരത്തെ തന്നെ നിർണയിച്ചിട്ടുണ്ട്. അത്രയും മതി. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? ആ സമയമാകുമ്പോൾ ദൈവം ഭൂമിയുടെ ഭരണം ബലാത്കാരമായി ഏറ്റെടുക്കും. അതൊരു ദൈവവേദന മാത്രമേ വിശ്വസിക്കാൻ. ഇത് കാണുന്നവർ വിശ്വസിക്കാം. ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായി തീർന്നതായ ബാബിലോൺ സാമ്രാജ്യം അതിന്റെ അത്യുച്ച കോടിയിൽ നിൽക്കുമ്പോൾ യെശയ്യാവ് പ്രവചിച്ചു, നിന്റെ രാജ്യം ശൂന്യമായി പോകും. ആർക്കും പറയാം? ശാന്തമാർക്ക് പറയാമില്ലേ? ലോകം മുഴുവൻ രാജാവിന്റെ മുന്നിൽ കിടുകിട ഉറച്ചു നിൽക്കുകയാണ്. ഐശ്വര്യത്തിന്റെ ഉച്ചകോടിയിൽ നിൽക്കുമ്പോൾ യെശയ്യാവ് വിളിച്ചു പറയുന്നു, നിന്റെ സാമ്രാജ്യം ശൂന്യമായി പോകും, അസ്തമിക്കും. അതുപോലെ തന്നെ അപ്പോൾ ഈ ലോകത്തിന്റെ ഗതി ഇങ്ങനെ തുടരത്തില്ലെന്നും ദൈവത്തിന്റെ ഭരണം അതിന് കൃത്യസമയമാകുമ്പോൾ ഒരു സെക്കൻഡ് നേരത്തെ ആകത്തില്ല, ഒരു സെക്കൻഡ് താമസിക്കത്തില്ല. കൃത്യസമയത്ത് ബലാത്കാരമായി ദൈവം ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കും എന്ന് 2-ാം അധ്യായം ലോകത്തോട് വിളിച്ചു പറയും. ഇത് മനസ്സിലാക്കുന്ന ദൈവം ഈ വർത്തമാനകാല സംഭവങ്ങൾ കേൾക്കുമ്പോൾ അവനറിയാം കർത്താവിന്റെ കരങ്ങളിൽ ഇതെല്ലാം ക്രമീകരിക്കും. അവൻ പറയാതെ ഇവളൊന്നും സംഭവിക്കും. അപ്പൊ അതിന്റെ ആലോചന മുഴുവൻ മറഞ്ഞിരിക്കുന്ന അധ്യായമാണ് ഈ 2-ാം അധ്യായം. ചരിത്രമായ രീതി നെബൂഖദ്നേസറിന് വെളിപ്പെട്ടതായ ഒരു ബിംബം, അതിനെ ഒരു വ്യാഖ്യാനം, അതൊരു ചരിത്രമാണ്. ചരിത്രപരമായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അതിന്
ഇത് പഠിക്കുമ്പോൾ മാത്രമേ കൃത്യമായി ഒരു ദൈവവിതലിന് മനസ്സിലാവും. ദൈവം വെച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് ആ ഭാഗത്തേക്ക് കിടക്കാം. ആരെങ്കിലും പ്രാർത്ഥിക്കാൻ